അതൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീട് ചെയ്യുന്നത്. എന്താ അവസ്ഥ? 100 അടിച്ചോ? സെഞ്ചുറി അടിച്ചോ? അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. അല്ല, സെഞ്ചുറി അടിച്ചോ മൊത്തത്തില്? ഞാൻ വരുന്നപ്പോഴേക്കും നോക്കുന്നേരം കളം ഇവിടെ ഏകദേശം കാലിയാണ്. അത്യാവശ്യം വണ്ടി സെയിൽ നടന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരു 15 ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ ഇനി 15 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. എല്ലാരും ചോദിക്കട്ടെ, മെഗാ സീരിയൽ മേള കഴിഞ്ഞിട്ടില്ലേ? അല്ല, തീർക്കാണ്. ഇന്നോവകൾ എങ്ങനെയൊക്കെ ഡീറ്റെയിൽ വരുന്നത്? മാക്സിമം നമുക്ക് ഇവിടുന്ന് വരുന്നവർക്ക് മാക്സിമം ഓഫർ പ്രൈസിൽ തന്നെ ആക്കി കൊടുക്കാം. ഇട്ട പ്രൈസ് ഒന്നും നോക്കണ്ട. 46 രജിസ്ട്രേഷൻ ആണ്. വണ്ടികൾ മുമ്പ് കാണിച്ചാണ്. കുറച്ച് വണ്ടി പുതിയ വന്നിട്ടുണ്ട്. 2,85,000 ഓക്കെ, എല്ലോയി ഉള്ള വണ്ടിയാണ്. G4 ആന്നേ ഉള്ളൂ. 2006 മോഡൽ G4 ഇന്നോവ. 2011 ഫോർച്യൂണർ ആണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ. റേറ്റ് എത്ര വരുന്നത്? ഇത് വരുന്നത് 990 ചോദിച്ചാൽ നമുക്ക് കുറച്ച് കൊടുക്കാം. എങ്ങനെ ഏകദേശം 100ഓളം വണ്ടികൾ ഇപ്പം ഒരു 15 ദിവസം കൂടെ ഉള്ള ഈ ഒരു മേളേൻ്റെ അകത്ത് സെയിൽ ഔട്ടിനുണ്ട്. കിടിലൻ ഓഫർ റേറ്റ് ഉള്ള കുറച്ച് അടിപൊളി വണ്ടികൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 100K സബ്സ്ക്രൈബേഴ്സിൽ ഒരു കാർ ഗിവ് അവേ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് പിക്കർ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. സൈക്ക് അടുത്തത് മാരുതിയുടെ വാഗണർ ആണ്. KL56 കൊയിലാണ്ടി സിംഗിൾ ഓണർ വണ്ടി LXI കേട്ടോ. 2014 മോഡൽ അല്ലേ? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. നല്ല വണ്ടി, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. വണ്ടിക്ക് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഗണറിന് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 265 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും ചെയ്യും. നമുക്ക് ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. ഫുൾ ഓണേ ഉള്ളൂ, ക്യാഷ് ബാക്ക് കയറൂലേ? 2014 മോഡൽ ക്യാഷ് ബാക്ക് ചെയ്യാം. 3 ലോഞ്ച് ചെയ്യാം. 3 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടോ? 35,000 രൂപ ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് കിട്ടൂല്ലേ? മാരുതി 800 കാർപ്പറേറ്റർ ആണ് വരുന്നത്. 2003 മോഡല്. ഓക്കെ, ചെക്ക് ചെയ്യണോ? കാർബറേറ്റർ ഞാൻ നേരത്തെ നോക്കി. കാർബറേറ്റർ 35,000 രൂപ ചോദിക്കുന്നുള്ളൂ. 2003 മോഡൽ. അതിനെ കൊണ്ട് റിന്യൂവൽ ഇപ്പം കഴിഞ്ഞ വണ്ടിയാണോ അല്ലെങ്കിൽ ഇനി എടുക്കാനുണ്ടോ? ഇത് കഴിഞ്ഞ വണ്ടി ആയിരിക്കും. ടൈം ഉണ്ടാവും, പേപ്പർ ടൈം ഉണ്ട്. പേപ്പർ ടൈം ഇല്ലാത്ത വണ്ടി നമ്മൾ പുതിയ റിന്യൂവൽ എടുത്ത് കൊടുക്കാന്നല്ലേ? ഓക്കെ, 30,000 രൂപയാണ് റേറ്റ് വരുന്നത്. റേറ്റ് ഫൈനൽ അല്ലല്ലോ 2003 അല്ല, ഇതിന്റെ MPFI ഉണ്ട് നമ്മുടെ അടുത്ത്. 45 ചോദിക്കുന്നത്. അത് കുറച്ച് കൊടുക്കും. വണ്ടി ഉണ്ട്, ആ വണ്ടി കാണിക്കില്ല. 2006 അല്ലേ ഇത്? അതെ. ഇത് മുമ്പ് കാണിച്ച വണ്ടിയാണ്. ഓൾട്ടോ 800 2017 മോഡല് LXI വേരിയന്റ് ആണ് വരിക. 2017 ഫേസ് ലിഫ്റ്റ് വണ്ടി അല്ലേ? അതെ. LXI ആണ്. 800 cc AC ബോർച്ചറിംഗ് ഫീച്ചർ ആയിട്ട് വരും. തേർഡ് വരുന്നത്. തേർഡ് 199 ഇവിടെ വില ഇട്ടിട്ടില്ല. നമ്മൾ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ. ഓക്കെ, ഫുൾ ഓൺ ചെയ്യാം കേട്ടോ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡോ തേർഡോ? തേർഡ് ഓണർഷിപ്പ്. ഫുൾ ഓണിൽ കൊടുക്കാം കേട്ടോ. ഫുൾ ഓണേ പറ്റുള്ളൂ. റെഡി പേയ്മെന്റ് വരുന്നവർക്ക് നല്ല എമൗണ്ട് കുറച്ചും കൊടുക്കുന്നത്. ഓക്കെ, 2017 ഓൾട്ടോ LXI. ടിയാഗോ വരുന്നത് 2018 2006 മോഡൽ കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ വണ്ടിയാണ്. MPFI ആണ്. 2006 മോഡൽ 26 പേപ്പർ ഫിറ്റ്. റേറ്റ് എത്ര വരുന്നത്? 45,000 രൂപ. AC വരുന്നില്ല എന്നുള്ളൊരു കുറ്റുണ്ട്. അതിനെ കൊണ്ടാണ് 45,000 വരുന്നത് അല്ലേ? MPFI LX Alto 2007 മോഡൽ കേട്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ, പൊടി പിടിച്ച് നോക്കണ്ട. 2007 മോഡൽ ഓൾട്ടോ. ലോ ബഡ്ജറ്റ് അൾട്ടോ ആണ്. LX ആണ് വരുന്നത്. അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും വണ്ടി കേട്ടോ. ഓക്കെ, 65,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 2007 മോഡൽ ഓൾട്ടോ LX ആണ്. AC മാത്രമേ വരുള്ളൂ, പവർ സ്റ്റിയറിംഗ് വരില്ല. അതെ. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. എക്സ്റ്റീരിയർ റീപെയിന്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം 2007 മോഡൽ വണ്ടിനെ സംബന്ധിച്ച് നോക്കുന്നേരം നല്ല വൃത്തിയുണ്ട്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? LXI വേണ്ടവർക്ക് അവിടെ കൊടുക്കട്ടോ, വേറെ കൊടുക്കാം. 2007 വേറെ LXI ഉണ്ട് അല്ലേ? 2008 മോഡൽ LXI പുതിയ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. 2008 മോഡൽ LXI വേറെ വണ്ടി ഉണ്ട്. ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 95,000 രൂപ കൊടുക്കാം. കുറച്ച് കൊടുക്കാക്കെ, മാക്സിമം ആള് വന്നോട്ടെ. വന്നിട്ട് മാക്സിമം കുറച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഏജോറായ വണ്ടികളാണ് നമുക്ക്. മാക്സിമം നമുക്ക് ഓഫറിൽ തന്നെ കൊടുക്കാം. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ ആണ്. 18-20 റേഞ്ചിൽ മുന്നത്തെ വണ്ടി പോലെ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ 1.25 ലക്ഷം രൂപന്റെ 1.15 ഇയോണ്. 2012 മോഡല് ഇയോണ് കേട്ടോ. 2012 മോഡൽ ഇയോണ്. ഇറ പ്ലസ് ആണോ ഡിലൈറ്റ് ആണോ? ഡിലൈറ്റ് ആണ് വരിക. ഓക്കെ, ഇത് വരുന്നത് നല്ല വണ്ടി കേട്ടോ. മെക്കാനിക്കൽ വൈസ് ഒക്കെ ഓക്കെയാണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഒരു 1 lakh ഒക്കെ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, 1 lakh ലോൺ ചെയ്യാം. 1.15 ഇയോൺ അല്ലേ? ഇയോണ് 8 മോഡലാണ്. 19, 18 രണ്ട് സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് ഡീസല്. ബേസ് മോഡലാണ് വരുന്നത്. 2018 മോഡൽ കേട്ടോ. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 340 ഇട്ടിട്ടുണ്ട്. മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും. അതൊക്കെ ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 130 അല്ലേ? അതെ. ഓണർഷിപ്പ് സിംഗിളാ?
സിംഗിൾ ഓണർ വണ്ടി. SC എന്നുള്ള ബേസ് വേരിയന്റ് ആണ്. ഡീസലില് ഏകദേശം 20ന്റെ പുറത്ത് മൈലേജ് കിട്ടും. 3 lakh ലോണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. 3 ലക്ഷം രൂപ ലോണ് കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് വരുന്നത് 340 ആണല്ലേ. KL 65 പുത്തനത്താണി തിരുരങ്ങാടി. തിരുരങ്ങാടി 18-19 ഉണ്ടായിരുന്നു സ്റ്റോക്ക്. ഏത് കിഡ് ഐ മീൻ ടിയാഗോ തന്നെ. ഇത് റിഡ്സ് 2012 മോഡല് 230 കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. മീഡിയ വേരിയന്റ്. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ്. ഇത് വരുന്നത് 235 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച വണ്ടിയാണ്. ഓക്കെ. ഒരു 210 ആ റേഞ്ചൊക്കെ കൊടുക്കാം. 210 റേഞ്ചിൽ 2012 മോഡൽ റിഡ്സ് കിട്ടുന്നുണ്ടാവും. അതെ. ഓണർഷിപ്പ് കൂടി എന്നുള്ളൊരു കുറ്റാണുള്ളത്. അതെ അതെ. വേറെ മെക്കാനിക്കലൊക്കെ എന്താ അവസ്ഥ വണ്ടി? നല്ല മെക്കാനിക്ക്. ഓക്കെ. ഇതൊക്കെ ഞാനവള് മുന്നേ കാണിച്ചാണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2012 മോഡൽ നാനോ AC. റേറ്റ് 45,000. ഈക്കോ ആണ്. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2010 മോഡലാണ്. 10 മോഡല് ഈക്കോ സ്റ്റാൻഡേർഡ്. 2010 മോഡൽ ഈക്കോ സ്റ്റാൻഡേർഡ് AC വരുന്ന വണ്ടിയല്ല അല്ലേ? KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 125 പ്രൈസ് വരുന്നത്. ഓക്കെ. 5 സീറ്റർ ഈക്കോ അല്ലേ? അതെ, കുറച്ച് കൊടുക്കാം. ഓക്കെ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല അല്ലേ? ഇല്ല. സ്ലൈഡിങ്ങിന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ സ്ലൈഡിങ് വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? നല്ല വണ്ടിയാ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്കൊരു 1 lakhന്റെ അടുത്തൊക്കെ വാങ്ങി കൊടുക്കാം. ഓക്കെ. റേറ്റ് എത്രയായിരുന്നു? 125. ഓക്കെ. ഇത് 2012 മോഡൽ മൈക്രോ ആയിരുന്നു. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നത് അത്ര വൃത്തിയില്ലേനു. അതെ, ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. XV ആണ്, ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി. 2012 ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ബാക്ക് വൈപ്പർ, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. വണ്ടി പിന്നെ ലോക്ക്ഡ് ആണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ കാണുന്നില്ല. AC പോർഷൻ, 4 door power windows, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, ഇങ്ങനെ ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നു. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ പ്രീമിയം വണ്ടി അല്ലേ? എല്ലാ വീൽസ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ലോൺ ചെയ്യാം. ഇത് വരുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചോദിച്ചത് 225 ചോദിച്ചത്. നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് 2012 മോഡൽ മൈക്രോ XV ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അടുത്ത് LXi ZNSTലോ 2010 മോഡൽ K സീരീസ് വരുന്ന വണ്ടി കേട്ടോ. ഒക്കെ പൊടി പിടിച്ച് കളിക്കാൻ നമുക്ക് വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ. വൃത്തിയുള്ള വണ്ടി കേട്ടോ. അല്ല, ഞാൻ ആദ്യം വിചാരിച്ചത് ബമ്പർ പൊട്ടിയാന്നാണ്. ബമ്പർ പൊട്ടിയല്ല, കയർ. K സീരീസ് എഞ്ചിനാണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 81,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. 2010 ZNSTലോ K സീരീസ് വണ്ടി. റേറ്റ് എത്രയായിരുന്നു പറഞ്ഞത്? റേറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപ. ഓക്കെ. കുറയുന്നുണ്ടാവും? കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് 1 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അടുത്തത് മാരുതി വാഗണർ ആണ്. KL 11 രജിസ്ട്രേഷൻ. ഡീറ്റെയിൽസ് എങ്ങനെയാണ്? VXi വണ്ടിയാണ്, 2010 മോഡല്. VXi എന്നുള്ളത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. 4 door power windows, AC പവർ സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പർ ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. K സീരീസ് എഞ്ചിനാണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് വാഗണർ? 89,000 കിലോമീറ്റർ ഓടി. ഓക്കെ. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? 2 lakh വയ്ക്കുന്നുണ്ട്. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ 2010 വാഗണറിന്? ലോൺ മാക്സിമം ഒരു 1 lakh 1.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടാവും. പക്ഷെ ലോൺ കിട്ടുകയാണെങ്കിൽ 1 വർഷത്തേക്ക് ലോൺ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു വ്യത്യാസമാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഈ 2 എന്നുള്ളത് ഫൈനൽ എമൗണ്ട് അല്ലല്ലോ? കുറയില്ല. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വ്യത്യാസം അതുകൊണ്ടാണ് വന്നത് അല്ലേ? ഓക്കെ. 2009 മോഡൽ സൈലോ E6 ആണ് വരുന്നത്. 2009 മോഡല്. E6 എന്നുള്ളത് ബേസ് ആണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. AC പവർ സ്റ്റിയറിംഗ്, 4 door power windows കാര്യങ്ങളെല്ലാം തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 7 സീറ്റർ വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ വരുന്നത്. ME-കളിൽ നിന്നുള്ള മഹീന്ദ്രന്റെ ഡീസൽ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം 15 റേഞ്ചിലൊക്കെ മൈലേജ് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 15-ന് താഴെയായിട്ട്. 2009 മോഡൽ സൈലോ 1 lakh കിലോമീറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 1.90 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഓക്കെ. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും? 2009 മോഡൽ വണ്ടി 1.5 ലോൺ ചെയ്യാം. 1.5 റേഞ്ചിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേസമയത്ത് പേപ്പർ വാലിഡിറ്റി എന്താ വരുന്നുണ്ടാവുക? റിന്യൂവലൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമർ ഒന്ന് വാട്സാപ്പിൽ നമുക്ക് RC വെക്കും. ശരി. അടുത്തത് ഇത് 2014 മോഡൽ മൊബൈലിയോ. ഓക്കെ.
KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ എഞ്ചിൻ കേട്ടോ. ഡീസൽ ID.Tech എഞ്ചിൻ ആണ്. 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന മൊബൈലിയോ വി ആണ് കേട്ടോ വരാ. വി എന്നുള്ള വേരിയന്റ് അല്ലേ, അതുകൊണ്ടാണ് ബാക്ക് വൈപ്പർ വരുന്നത്. പിന്നെ ഫോർഡർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. 4.25 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. 4.25 ലോൺ ചെയ്യാട്ടോ. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2015 വീക്ക് അല്ലേ. 4.25 എന്നുള്ളത് തെറ്റില്ലാത്ത റേറ്റ് ആണ്. ഓണർഷിപ്പ് എത്ര അതിന്? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 കിലോമീറ്റർ വരുന്നത് 1 ലാക്ക് അറൗണ്ട് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടി. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്? ഇത് ഫുൾ ഓപ്ഷൻ ZXi വരും. ZXi എന്നുള്ളതിനെ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടാവും, OE alloy wheels വരുന്നുണ്ടാവും, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതേപോലെ റിവേഴ്സ് ക്യാമറ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓട്ടോമാറ്റിക് അല്ലേ? 80 ആണ് വരിക. 80 ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ലേഡീസിന് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കിലോമീറ്റർ അറൗണ്ട് 1 ലാക്കിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. നല്ല വണ്ടി കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു റിവേഴ്സ് ക്യാമറയ്ക്ക് ഉള്ള ഒരു സ്ക്രീനും ഇവിടെ കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? പഴയ വണ്ടിയാണ് എന്നാലും ചോദിക്കുക. പക്ക കമ്പനി ഹിസ്റ്ററിയാണ്. അപ്പൊ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? റേറ്റ് വരുന്നത് 2.5 ആണ് അവിടെ ചോദിച്ചത്. കുറച്ച് കൊടുക്കാം. ടെറാനോ ആണ് വരുന്നത്. XL ആണ് വരിക. 2013-14 രജിസ്ട്രേഷൻ വരുന്നത്. 85 ആണോ 110 ആണോ? ഇത് 110 PS വരുന്ന വണ്ടി. 110 PS. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ വരുന്നത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. XL എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സിംഗിൾ എയർ ബാഗ് വരില്ലേ? ഓക്കെ. അറിയില്ല, വണ്ടി ലോക്ക് അതിനെ കൊണ്ട്. 345 ആണ് ചോദിക്കുന്നത്. 3.45 റേറ്റ്. ലോണൊക്കെ 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. 3ന്റെ മുകളിൽ കയറും. 13-14 വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും 3.5-3.25 ഒക്കെ ബാങ്ക് വാല്യൂഷൻ തന്നെ വരുന്ന വണ്ടിയല്ലേ? ലോൺ ചെയ്യാൻ പറ്റുന്ന നല്ല കസ്റ്റമറൊക്കെ ആണെന്ന് ചെയ്ത് കൊടുക്കാം. നോർമലി 3 ലക്ഷമാണ് കയറുക. പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട് 3.25 വരെ കയറുന്നത്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. സക അടുത്തത് പോളോ ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? 2018 മോഡൽ പെട്രോള്. പെട്രോൾ ഹൈലൈൻ ആണോ? അത് ഹൈലൈന് 1 ലിറ്റർ ആണോ 1.2 ലിറ്റർ ആണോ? 1.2 ലിറ്റർ. ഓക്കെ. ഹൈലൈൻ അതിനെ കൊണ്ട് തന്നെ OE alloy wheels വരുന്നുണ്ട്. ബാക്കി ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ? നല്ല വണ്ടി. റീപ്ലേസ് ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉള്ളോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. പക്കാ ഹിസ്റ്ററിയാ. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 89,000 കിലോമീറ്റർ ആണ്. 90 അറൗണ്ട് 90ന്റെ അടുത്ത് ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഏകദേശം 14-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടേണ്ടതാണ്. അതെ. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും മെക്കാനിക്കലൊക്കെ പക്ക. ഓക്കെ. പെട്രോൾ അതിനെ കൊണ്ട് വലിയൊരു മെയിൻ്റെനൻസ് വരുന്നില്ല. അത്യാവശ്യം ഒരു ലോണൊക്കെ എത്ര വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 5 ലക്ഷം ചെയ്യാം. റേറ്റ് എത്രയാ? 5-10 ചോദിക്കുന്നുള്ളൂ. കുറച്ച് കൊടുക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് ചെയ്ത് കൊടുക്കാം. 2013 സ്വിഫ്റ്റ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ VDI ട്ടോ. DDS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ എന്ന് പറയുന്നത് നമ്മളെ ഫിയാറ്റിന്റെ ഒക്കെ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. 18-20 റേഞ്ചിൽ അതിന് മുകളിലൊക്കെ മൈലേജ് കിട്ടേണ്ടതാണ്. 13 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടി ട്ടോ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? മേജർ ഒന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ് ഉണ്ടോ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് 1 ലാക്ക് അബവ് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടി. അല്ല, 1 ലാക്ക് അബവ് എന്തായാലും ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ സംശയമുള്ളൂ. സ്വിഫ്റ്റ് ഡീസലാണ്. മൈലേജ് ഉണ്ട്. അതേ സമയത്ത് വലിയ മെയിൻ്റെനൻസ് വരുന്നില്ല. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോൺ ഒരു 2.80-85 ഒക്കെ ചെയ്യാം. ഓക്കെ. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? 3.45 ഇവിടെ ഇട്ടിട്ടുണ്ട്. മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ. ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാം. പ്രൊഫൈൽ ഡെയിലി ചെയ്യാൻ പറ്റുന്നല്ലേ? അടുത്തത് 2018-19 രജിസ്ട്രേഷന് i10 മാഗ്ന. ഓക്കെ. 1.2 ലിറ്റർ എഞ്ചിനാണ്. 15-16 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർ വണ്ടി. 14,000 കിലോമീറ്റർ ആകെ ഓടിയുള്ള. ഓക്കെ. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പക്കാ ഹിസ്റ്ററി. ഓക്കെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് നമുക്ക് 4,400 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കട്ടോ. ആകെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ പക്ക വണ്ടിയില്ലേ? അതെ. ഫുൾ ലോൺ. ഓക്കെ. വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല? വാറണ്ടി വേണ്ടവർക്ക് വാറണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആയിട്ട് ചെയ്ത് കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സ് 1 ഇയർ വാറണ്ടി കിട്ടുക. അതെ 1 ഇയർ വാറണ്ടി. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാം. 2013 i20 മാഗ്ന. ഓക്കെ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. CRD എഞ്ചിനാണ്. ഏകദേശം 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടേണ്ടതാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1 ലാക്ക് അറൗണ്ട് ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളാ? അതെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി.
മാഗ്ന എന്നുള്ള വേരിയന്റ് അല്ലേ? ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ആണ്. മാഗ്ന എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ് അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് എല്ലാം വരുന്നുണ്ടാവും. അതേ സമയത്ത് എയർ ബാഗ് വരുന്നില്ല. 2013 ഫ്ലൂയിഡിക് എന്നുള്ള ഷേപ്പാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.15 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 ലക്ഷം IDV ഉണ്ട്. റേറ്റ് എത്ര വയ്ക്കുന്ന വണ്ടിക്ക്? 2.95 ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ലോണൊക്കെ അത്യാവശ്യം എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം 2.5 ഒക്കെ ചെയ്യാം. 2 ലക്ഷം റേഞ്ചിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. KL 18 വടകര രജിസ്ട്രേഷൻ അല്ലേ? ഫിയറ്റ് അവഞ്ചർ ആണ് വരുന്നത്. ഫിയാറ്റ് പുണ്ടോ അല്ല, ഫിയാറ്റ് അവഞ്ചറോ 90 HP അല്ലേ? അതായത് ക്രോസ് ഓവർ സെഗ്മെന്റിലേക്ക് വരുന്നതിനുള്ള വണ്ടിയാണ്. 2016-17 മോഡൽ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് വരുന്ന വണ്ടി. അർബൻ ക്രോസ്. ഓക്കെ. 37,000 ഓടിയിട്ടുള്ളൂ. ആകെ 37,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 3.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കുന്നുണ്ട് വണ്ടി. ഈ ഒരു കിലോമീറ്ററിൽ ഈ ഒരു എഞ്ചിൻ എന്തായാലും കിട്ടൂല. ഫിയാറ്റിൽ കിട്ടുന്നുണ്ട്. അതെ, ഫിയാറ്റ് എഞ്ചിൻ ആണ്. പക്ഷെ മാരുതിയിലേക്ക് വരുന്നേരം 16-17 വണ്ടി കാണിച്ചാൽ എന്തായാലും 5.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് റേറ്റ് ചോദിക്കും. കണ്ണു മൂട്ടി ചോദിക്കും. ഭയങ്കര വിലയാണെങ്കിൽ കൂടെ. കാരണം ഡീസൽ ഇപ്പൊ നിലവിൽ കിട്ടാനില്ല. ലോ കിലോമീറ്റർ വണ്ടി പ്രത്യേകിച്ച് ലോൺ ചെയ്യാം നമുക്ക്. എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫുൾ ലോൺ പറയാൻ പറ്റുമോ? 3 ലക്ഷം 2.90 ഒക്കെ വെച്ച് നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. 60,000 രൂപ ഉണ്ട് വെച്ചാൽ ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ കസ്റ്റമറൊക്കെയാണ് ചെയ്യാം. ചെറിയ കിലോമീറ്റർ ഓട് വണ്ടിയെ കൊണ്ട് ചോദിക്കുകയാണ്. നിലവിൽ എന്ത് പണി കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കിനെ കാണിച്ചിട്ട് എടുക്കാം. ഓക്കെ. പോയി എല്ലാ വീൽസ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. അർബൻ ക്രോസ് എന്നുള്ള ഫിയാറ്റിന്റെ വണ്ടിയിൽ. മോളില് റിഡ്സ് വീഡിയോ ആയിട്ടോ. വീഡിയോ എന്ന് പറയുന്നത് ഡീസലാണ്. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 89,000 ആണ് ഇതിൽ കാണുന്നത്. അറൗണ്ട് 1 ലാക്ക്. 11,000 കൂടെ ഓടി കഴിഞ്ഞ 1 ലക്ഷം റൗണ്ട് ആയല്ലോ. നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? നല്ല വണ്ടി അത്. 2010 റിറ്റ്സ്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും വൃത്തിയും കാണുന്നുണ്ട്. ചെറിയ ചെറിയ ടച്ചപ്പ് ഉണ്ട്. എന്നാലും പഴയ വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഷേപ്പും ഉണ്ട്. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. 2010 റിറ്റ്സ് ഡീസൽ വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 2.20 വെക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ആ ഒരു വൃത്തി കൂടുതലുള്ളതിനെ കൊണ്ടാണ് ഒരു വില കൂടുതൽ. 2010 റിറ്റ്സ് നിങ്ങൾ ലോണൊക്കെ എത്ര ചെയ്ത് കൊടുക്കുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 1.5 ഒക്കെ ചെയ്യാം. ഓക്കെ. 2012 മോഡല് വെർണ SX ആണ് വരുന്നത്. വെർണ SX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. CRDന്റെ ബാഡ്ജും കാണുന്നുണ്ട്. ഡീസൽ ആണ്. 1.6 തന്നെ. ക്രെറ്റയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. SX വരണം എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ലല്ലോ. SS ഓപ്ഷൻ അല്ലേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്? ഇത് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസും പിന്നെ വണ്ടി ലോക്കാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, അതേപോലെ തന്നെ എല്ലാ വീൽസ്, AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. സായിക്ക 12 വരണ കിലോമീറ്റർ എത്രയാ? അറൗണ്ട് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്തുകൊണ്ട് കൊടുക്കാം. ഓക്കെ. 12 വരണ റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് 3.45 ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണോ സിംഗിൾ ആണോ? ഇത് തന്നെ 2ാമത്തെ ഓണർഷിപ്പ് വരുന്നത്. ഓക്കെ. റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സിംഗിൾ ഓണർ 2013 നമ്മൾ വേറെ വണ്ടി ഉണ്ട്. റേറ്റ് എങ്ങനെ വരുന്നത്? സെയിം റേറ്റിൽ തന്നെ കൊടുക്കാം. ഓക്കെ. 3.45 ആണ്. 3.60 കൊടുക്കാം. 2013 മോഡല്. 13 3.60 കൊടുക്കാം. 12 എത്രയ്ക്കാ? 12 വല്ല 3.45. രണ്ടിനും ഫുൾ ലോൺ തന്നെ പറയാൻ പറ്റുമോ? മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ. രണ്ടിനും ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഓ. അടുത്തത് എറ്റിയോസ് ആണ്. എറ്റിയോസ് 2018 മോഡലാണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ എഞ്ചിൻ കേട്ടോ. ഓക്കെ. വേരിയന്റ് ഏതാ? ഇത് GD ആണോ GD-SP ആണോ? GD-SP വരിക. GD-SP ആണ്. പക്ഷെ GD-SPയിൽ ഉണ്ട്, എയർ ബാഗ് ഉണ്ട്. GD-SP അതിനെ കൊണ്ട് 4 ഡോർ പവർ വിൻഡോസിന്റെ കൂടെ തന്നെ 2 എയർ ബാഗും വരുന്നുണ്ടാവും. കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. 18 എറ്റിയോസ് കിലോമീറ്റർ റീ വണ്ടി അതിനെ കൂടെ ഞാൻ ചോദിക്കുന്നില്ല. പോട്ടെ. ഹിസ്റ്ററി ഉള്ള വണ്ടി ആയിരിക്കുമോ? ഹിസ്റ്ററി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളവർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് 1.12 ആണ്. ഉറപ്പില്ല. 5.30 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2018 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 4.50 ആയിരുന്നു റേറ്റ്. 20 ഡിസ്കൗണ്ട് 5.30. ഇനിയും കുറയൂ? ഇനിയും കുറച്ച് കൊടുക്കാം. ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. KL 11 വണ്ടി. വേറെ റീവണ്ടി മെക്കാനിക്കലൊക്കെ മെക്കാനിക്കൽ പക്കാം. ഓക്കെ. ജാസ് ആണ് വരുന്നത്. ജാസ് V ഓപ്ഷൻ ആണ്. ഡീസൽ ID ടെക് ആണ്. ഓക്കെ. KL 11 രജിസ്ട്രേഷൻ കോഴിക്കോടാണ് വണ്ടി. അതെ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര? 135. ഓക്കെ. V എന്നുള്ള വേരിയന്റ് ആണ്. V എന്നുള്ളത് ഫുൾ ഓപ്ഷൻ അല്ല, പക്ഷേ മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ തന്നെയാണ്. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? വണ്ടി. ഓക്കെ. 2015 ജാസ് റേറ്റ് എത്ര ചോദിക്കുന്നത്? 15 ജാസിന് റേറ്റ് വരുന്നത് 5.40 ചോദിക്കുന്നുണ്ട്. ഓക്കെ. ഏകദേശം 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ വേണ്ടി.
മൈലേജ് കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ വലിയൊരു മെയിൻ്റെനൻസ് വരാത്ത ഹോണ്ടയുടെ എഞ്ചിനാണ്. നല്ല വണ്ടി, നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താണ്? മെക്കാനിക്കൽ ഗുഡ്. ഓക്കെ, ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും നല്ലൊരു വണ്ടി. 2010 മോഡൽ ഇന്നോവ G4 വരുന്ന വണ്ടി കേട്ടോ. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. G4 ആണെങ്കിലും ഇന്റർകൂളർ വരുന്നുണ്ട്, റീ രജിസ്ട്രേഷൻ വണ്ടി അതിനെ കൊണ്ട് തന്നെ. അതേപോലെ തന്നെ എല്ലോയ്സും വരുന്നുണ്ടാവും. 2010 ഇന്നോവ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചോദിക്കുന്നു. 2 lakh above ഓടിയിട്ടുണ്ട്. സ്വാഭാവികം. റീ വണ്ടിയാണ്, കിലോമീറ്റർ ജെന്യൂൻ ആണെന്നുള്ളത് ഉറപ്പുണ്ടോ? 5-10 ആണ് വരുന്നത്. റീ വണ്ടിനെ കൊണ്ട് കിലോമീറ്റർ ജെന്യൂൻ ആണെന്ന് ഉറപ്പുണ്ടോ? അതൊന്നുമില്ല, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി ചെക്ക് ചെയ്യാലോ, മെക്കാനിക്കലി ചെക്ക് ചെയ്ത അവസ്ഥ നോക്കല്ലേ. അതെ. G4 ആണ്, മിഡിൽ റോഡ് AC ഉണ്ടാവും, അതേപോലെ തന്നെ 4 door power windows, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഇന്റർകൂളർ അതിനെ കൊണ്ട് 15 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റീൽസിൽ കാണാറുണ്ട്. ഞാൻ പറയുന്നില്ല, എന്നാരും പൊങ്കാലിടരുത്. അതേപോലെ തന്നെ റേറ്റ് വരുന്നത് 5-10 കുറയുന്നുണ്ടാവും. ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോൺ നമുക്ക് ഒരു 3-3.5 ചെയ്ത് കൊടുക്കാം. 4 ഞാൻ പറയാം. KL9 പാലക്കാട് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2016 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓൾഡ് ഷേപ്പ് ആണ്, വേരിയന്റ് SX പ്ലസ് അല്ലേ? ഓക്കെ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിനാണ്. 1,40,000. 1.6 അല്ലേ വരിക? അതെ. 1.6 മാർക്കറ്റ് ഉള്ള ടൈപ്പ് ആണ്. അതെ. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 lakh above ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടി ലോക്ക്ഡ് ആണ്. ഇത് പൊടി പറഞ്ഞതിനെ കൊണ്ടാണ് എല്ലാ വണ്ടി ലോക്ക് ചെയ്ത് വെച്ച്. മാക്സിമം ലോൺ ചെയ്യാം. ഏകദേശം ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 7,000 വരെയൊക്കെ ചെയ്യാം. റേറ്റ് 8.95 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം കേട്ടോ. കമ്പനി ഹിസ്റ്ററി പക്കയാണ്, എടുക്കുന്ന വർക്ക് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഏകദേശം 15 ആ റേഞ്ചിലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് കറക്റ്റ് ആയില്ല. മാനുവൽ ആണെങ്കിൽ ഏകദേശം 18-20 ഒക്കെ കാണാറുണ്ട്.